അല്ലാഹുവിന്റെ തന്ത്രമുണ്ടല്ലോ, അത് വരാനിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. വിശുദ്ധ ഖുർആൻ 91-ാം അധ്യായം സൂറത്ത് ശംസിലൂടെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിലൂടെ വിശദീകരിക്കുകയാണ്. വനഫ്സിൻ വമാ സവ്വാഹാ, ആരാത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവർ വിജയിച്ചിരിക്കുന്നു, ആരാത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ പ്രത്യേകതയല്ല, ഇട്ടിരിക്കുന്ന കോട്ടിന്റെ പ്രത്യേകതയല്ല, ശരീരത്തിന്റെ ആകാര ഭംഗിയല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, ആ ഹൃദയമുണ്ടല്ലോ, അതിന്റെ ശുദ്ധീകരണമാണ്. അസൂയ ഉണ്ടോ, പകയുണ്ടോ, വിദ്വേഷമുണ്ടോ, ആളുകളോട് അടങ്ങാത്ത പകയുണ്ടോ, എങ്കിൽ നിനക്ക് സ്വർഗമില്ല, നിനക്ക് നരകമാണ്. നിന്റെ മനസ്സ് കേടുവന്നോ, അതിനെ നന്നാക്കിക്കോ. കല്ല, അങ്ങനെ വേണ്ട മനുഷ്യരെ. ബൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. 83-ാം അധ്യായമാണ് 14-ാമത്തെ വചനമാണ്. കല്ല, അങ്ങനെ വേണ്ട മനുഷ്യരെ. ബൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അങ്ങനെ വേണ്ട മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയം പാവക്കറകൾ ചെയ്തിട്ട് ഹൃദയം മലീമസമായി. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹനെ കണ്ടുമുട്ടാൻ കഴിയില്ല. അവർക്കിടയിൽ ഷട്ടറിടപ്പെടും, അല്ലാഹനെ അവർ കാണില്ല. ബിദ്അത്ത് ചെയ്ത ആളുകളോ, അവർ ഹൗലുൽ കൗസറിന്റെ നേരെ വരും, റസൂൽ അവരെ മാടി വിളിക്കും, അവർക്കിടയിലും ഷട്ടറിടപ്പെടും, വിളിച്ചു പറയപ്പെടും, നബിയെ അങ്ങയുടെ മരണശേഷം എന്തൊക്കെ അവർ ദീനിൽ കടത്തിക്കൂട്ടി, എന്തൊക്കെ ബിദ്അത്തുകൾ അവർ ചെയ്തു, എന്തൊക്കെ താനോദിത്തം ചെയ്തു. അതുകൊണ്ട് നബിയെ, അവർ ബിദീകളാണ്, ബിദ്അത്ത് ചെയ്തവരാണ്. അവരോട് വിളിച്ചു പറയപ്പെടും, സുഹ്കൻ സുഹ്കാ, നിങ്ങൾ പോയിക്കോ, വിദൂരത്തേക്ക് വിദൂരത്തേക്ക് മാറി മാറിപ്പോയിക്കോ. അവർക്ക് സ്വർഗമില്ല, അവർക്ക് നരകമാണ്, അവർ നരകത്തിൽ ആപതിക്കുന്നതാണ്. ഖുദൂഹു, അവരെ പിടിക്ക്, ഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, പിടിക്കടോ അവരെ, പിടിച്ച് നരകത്തിലേക്കെറി, അവരെ ചങ്ങലകളിൽ ബന്ധിപ്പിക്ക്. അൽഹാഖത്തുൽ അൽഹാഖ 34 മുതലുള്ള വചനമാണ്. അങ്ങനെ പിടിച്ചിട്ട് നരകത്തിലേക്കെറിയുന്ന ദുഷ്ടാത്മാക്കളുടെ കൂട്ടത്തിലല്ല, മറിച്ച് നല്ല ആത്മാക്കളുടെ കൂട്ടത്തിൽപ്പെടാൻ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്. ഹ്രസ്വമായ ഒരു കാലയളവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ആ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെ ജീവിതം, ഓരോരുത്തരും എല്ലാവരും ഓരോ കസേരയിലിരിക്കും. ഓരോരുത്തരും ആലോചിക്കുക, എന്റെ ജീവിതം എന്തായിരിക്കും? ഇന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, നാളെ ഈ ലോകം തകർന്നാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം? അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ എങ്ങനെ ചെല്ലും? പഠിച്ചവനെ നമ്മൾ എങ്ങനെ കണ്ടുമുട്ടും? വലത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക? ഇടത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക? നരകം ഒരു യാഥാർത്ഥ്യം എന്ന വിഷയം ഇതേ ഓഡിറ്റോറിയത്തിൽ മുമ്പ് അവതരിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നരകം ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ സദസ്സും ഈ പ്രസംഗവും ഇതെല്ലാം എത്ര യാഥാർത്ഥ്യമാണോ, അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമല്ലേ നരകവും സ്വർഗവും? മനുഷ്യരെ, നിങ്ങൾ എന്ത് കരുതി? ഒന്നുമില്ലായ്മയിൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ, ആ നാഥനാണ് പറയുന്നത്, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതെ, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഈ ലോകത്തിന് അന്തിമമായ ഒരു നാശമുണ്ട്. ഈ ലോകം ആ നാശത്തെ അതിജയിക്കില്ല എന്നല്ലേ ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നതല്ലേ? ലോകത്തിന്റെ തുടക്കവും ലോകത്തിന്റെ ഒടുക്കവും എന്നതിലൂടെ ഈ ലോകത്തിന്റെ നാശം ശാസ്ത്രകാരന്മാർ പോലും അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടും. കാലോ അന്നവര് പറയും, യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് ഈ കിതാബ്! എല്ലാ ചെറിയ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ലോകത്തിന്റെ എല്ലാ കോണുകളിലും ചെയ്തു പോയത് ഒരു ചെറിയ കാര്യം, ഒരു വലിയ കാര്യം ഒന്നും മാഞ്ഞു പോവില്ല, എല്ലാം റെക്കോർഡാണ്. ഖുർആനിന്റെ 18-ാം അധ്യായം 49-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, എല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ് പടച്ച തമ്പുരാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കൈകളിൽ കിതാബ് കിട്ടുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എന്തായിരിക്കും പറയാ? യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ് പടച്ചോനെ എന്നായിരിക്കും നമ്മൾ പറയാ. എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ. നിന്റെ കിതാബ് നീ തന്നെ വായിച്ചോ എന്ന് പറഞ്ഞ് കയ്യിൽ തരും.
ഓരോ വിശ്വാസികളും ആലോചിക്കുക. നമ്മുടെ കയ്യിൽ തരുന്ന നമ്മുടെ 30 കൊല്ലം, നമ്മുടെ 40 കൊല്ലം, നമ്മുടെ 50 കൊല്ലം, നമ്മുടെ 100 കൊല്ലം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് എല്ലാം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചത്? ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഹൃദയം എത്രത്തോളം ശുദ്ധിയായിരുന്നു? ആലോചിക്കാൻ, ചിന്തിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 26-ാം അധ്യായം സൂറത്ത് ശുഅറാ 88-89 വചനങ്ങളിൽ പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥം മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. യൗമ, ഒരു ദിവസം, ലാ യൻഫഉ പ്രയോജനം ചെയ്യില്ല, മാലും വലാ ബനൂൻ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, അതൊന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ സഹോദരങ്ങളെ? ഇസ്ലാമിക ദഅവത്ത് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിശ്വാസികളെ എല്ലാവരോടും പറയാ ഞാൻ, കുറ്റമറ്റൊരു മനസ്സുണ്ടോ? ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ആരൊക്കെ പരാജയപ്പെടുത്തണം വിചാരിച്ചോ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് കുറ്റമറ്റ ഒരു മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സാക്ഷ്യം നിർത്തിയിട്ട് പറഞ്ഞു, സഹാബികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത്? വെടുപ്പും വൃത്തിയുമുള്ള ഒരു ഹൃദയം ഉണ്ടാകണം നിങ്ങൾക്ക്. സഹാബാക്കരാം ചോദിച്ചു, വെടുപ്പും വൃത്തിയുമുള്ള ഭവനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, വെടുപ്പും വൃത്തിയുമുള്ള വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, വസ്ത്രം എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, പക്ഷെ വെടുപ്പും വൃത്തിയുമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസൂയയും വിദ്വേഷവും ഇല്ലാത്ത മനസ്സ്. അതുണ്ടോ? അസൂയയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ആകെ രോഗം? അസൂയയാണ്. എന്തിനും അസൂയ, ഏത് കാര്യത്തിനും നമുക്ക് അസൂയ. ഒരു നല്ല നെഞ്ചകമുണ്ടോ നമുക്ക്? ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു നല്ല നെഞ്ചകമുണ്ടാക്കാനാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത്. ആകാശവും ഭൂമിയും ഒക്കെ തകർന്ന് തരിപ്പണമായി ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന തിന്മയുടെ തോതനുസരിച്ച് 7 വിഭാഗങ്ങൾക്ക് അർശിന്റെ തരം ലഭിക്കുന്ന ഒരു ലോകമില്ലേ? യൗമല്ലാ ളില്ലു ഇല്ലാ ളില്ലഹു, അല്ലേ? പടച്ചതമ്പുരാന്റെ പ്രകാശമല്ലാത്ത മറ്റൊരു പ്രകാശവും ലഭിക്കാത്ത ഒരു ലോകം. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി, അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമതായി എണ്ണി, അല്ലേ? റജുലുൻ, അതുപോലെ ഒരു മനുഷ്യൻ, ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി കൽബിനെ ബന്ധിപ്പിച്ചിട്ട ആളുകൾ. അതുപോലെ തന്നെ റജുലുൻ ലിറജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി, രണ്ടാളുകൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി പിണകുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു ലോകം. ആ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടുത്തെ കഷ്ടം, ഇവിടുത്തെ പ്രയാസം, ഇവിടുത്തെ ലാഭനഷ്ടങ്ങൾ ഇതൊന്നുമല്ല അടിസ്ഥാനപരമായി പരലോകത്തിന്റെ മാനദണ്ഡം സഹോദരങ്ങളെ. ആ പരലോകത്ത് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ ഒരു കിതാബ് കയ്യിലേക്ക് തന്നിട്ട് പറയും, ഇഖ്റ, നീ തന്നെ വായിച്ചു. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. പടച്ചതമ്പുരാൻ ഒരു കിതാബ് നൽകിയിട്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമെല്ലാം നാം ചിന്തിച്ചതുമായതും മനസ്സിൽ കരുതിയതുമെല്ലാം രേഖപ്പെടുത്തിയൊരു കിതാബ് തരും. ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് മതി, ഈ കിതാബിന്റെ അടിസ്ഥാനത്തിൽ നീ തന്നെ നിന്നെ വിചാരണ ചെയ്തോളൂ എന്ന് പറഞ്ഞ് 17-ാം അധ്യായം 13-14 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, അന്തിമമായി ലോകം നശിക്കുകയും ലോകം തകരുകയും ഖിയാമത്ത് നാളിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സ്വർഗം കൊണ്ടുവരപ്പെടുകയും നരകം കൊണ്ടുവരപ്പെടുകയും നരകത്തിന്റെ കാവൽക്കാർ അതിനെ വഹിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകമുണ്ട്. അന്ന് മനുഷ്യരോട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്ന രംഗം